ഇത്തവണയും അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വേണുചേട്ടൻ്റെ അടുത്ത് എത്തിയത്. അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. മമ്മൂക്കയുടെ കൂടെ 2018 ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇൻ്റർവ്യൂ എടുത്തിട്ട് എത്ര കോടിയായെന്ന് ചോദിച്ച് കണക്ക് വന്നു. അവസാനമായിട്ട് ചോദിക്കട്ടെ, എത്ര കോടിക്കാണ് മൊത്തം? ജൂഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടിനു ആയി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്കത് വേണം. അതായത് ലാസ്റ്റ് മൊമെന്റിൽ പോലും ഒരു VFX ഷോട്ട് റിജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വീണ്ടും ചെയ്യണമെന്ന് പറയാനായിട്ട് യാതൊരു മടിയില്ലാത്ത ആൾ. എങ്ങനെയാണ് ഇതിന് ശരിയാവണത്? ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചൈൽഡ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടുമെന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ട്. മാമാങ്കത്തിൻ്റെ കുറേ ഡ്രസ്സ് ഇരിപ്പുണ്ട്, മാളിയപ്പുറത്തിൻ്റെ ഡ്രസ്സ് ഇരിപ്പുണ്ട്, ചാവേറിൻ്റെ ഡ്രസ്സ് ഉണ്ട്, 2018 ഉപയോഗിച്ച ഹെലികോപ്റ്റർ. കാരണം അവിടെ ഒരു കേസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കണില്ല, വേറെ പ്രശ്നങ്ങൾ എന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കല്ലേ ഇത് ചെയ്യണം. അപ്പൊ നമ്മളെന്തിനാ നോക്കണത്? അപ്പൊ അറിയപ്പെടുന്ന ആൾക്കാരെ നമ്മളത് ഒഴിവാക്കിയുണ്ട്. നീതൂസ് അക്കാദമി, ഇന്ത്യസ് #1 ലാംഗ്വേജ് അക്കാദമി. നമസ്കാരം. ഞാൻ കുറേ പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ഓരോരോ സംഭവങ്ങളുണ്ടാവും. ഇത്തവണയും അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വേണുചേട്ടൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. വേണുചേട്ടൻ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ സിനിമയ്ക്കും ഞാൻ വേണുചേട്ടൻ്റെ കൂടെ എത്താറുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ഈ രാത്രി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവേർ പല സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴും എന്നോട് പറഞ്ഞു ചാവേർ ഒരു സിനിമ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ആ ചാവേർ എന്ന് പറയും. മാളികപ്പുറത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴും പറയുന്നു, അതോടൊപ്പം 2018 ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു വിവാദം ഉണ്ടായപ്പോൾ സൂമിൽ നമ്മൾ ദുബായിൽ നിന്ന് ഇൻ്റർവ്യൂ എടുക്കുമ്പോഴും പറയുന്നു. അപ്പോൾ അത്രമാത്രം പ്രതീക്ഷയോട് കൂടിയാണ് വേണുചേട്ടൻ ഇറങ്ങുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ വേണുചേട്ടൻ പുതിയ സിനിമയായിട്ട് എത്തുകയാണ്. ഈ മുഹൂർത്തത്തിൽ ഇപ്പോൾ ഇന്ന് ട്രെയിലർ ലോഞ്ചിങ് കഴിഞ്ഞു, കണ്ടു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ ഒളിഞ്ഞു വെച്ചിരിക്കുകയാണ് അതിനകത്ത്, ഒന്നും പറയാതെ കാണിച്ച ട്രെയിലർ. ഈ മുഹൂർത്തത്തിൽ എന്ത് തോന്നുന്നു? ആദ്യമായിട്ട് എനിക്ക് പറയേണ്ടത്, ഞാൻ ഈ സിനിമ ഇൻ്റർവ്യൂ ഏറ്റവും കൂടുതൽ നന്നാക്കണ ഹൈദരാലിക്ക. അതായത് ആ മാമാങ്കത്തിൻ്റെ ഒരു യാത്ര തുടങ്ങി നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ വളരെയധികം നന്ദി. അതുകൊണ്ടാണ് നിങ്ങളെപ്പോൾ വിളിക്കുമ്പോഴും ഹൈദരാലി വിളിക്കുമ്പോഴും ഞാൻ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഇവൻ നമ്മൾ ചെയ്യണത്. ഇവൻ ദുബായിൽ നമ്മുടെ പ്രോഗ്രാമിൽ പോലും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യും ഇതൊക്കെ ചെയ്തിരുന്നു. അല്ല, ഇങ്ങനെയുള്ള മീഡിയയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ സിനിമക്കല്ല എന്ത് ബിസിനസ്സിനും ഇതേപോലത്തെ ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെല്ലുന്ന ബിസിനസ്സിന് മീഡിയയുടെ ഒരു ഈ പറയുന്ന സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ അതിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഞാൻ ചെയ്തത് 3 സിനിമകളാണ് ചെയ്തത്. അത് മാളികപ്പുറം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല, അതിനപ്പുറത്തോട്ട് അത് ഹിറ്റായി. പിന്നെ 2018 ആണെന്നുണ്ടെങ്കിലും അത് നമുക്ക് വിജയിക്കുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇതേപോലത്തെ ഒരു വിജയം ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഇത്ര വേൾഡ് വൈഡ് ഇത്ര ഒരു ഇത് ചെയ്യുമെന്ന്. ഇപ്പോഴും അത് പല രാജ്യങ്ങളിലോട്ട് നമ്മൾ വേറെ ഭാഷകളിലോട്ട് ഡബ് ചെയ്ത് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ അടുത്ത്. പിന്നെ ഓസ്കാറിന് നമ്മൾ ഓൾറെഡി അതിൻ്റെ സബ്മിഷൻ കഴിഞ്ഞ് അങ്ങനത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. പ്രതീക്ഷകളുണ്ട്, നമുക്ക് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ചാവേറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രെയിലർ ഇറങ്ങി, അറിയാലോ ഒരു സിനിമയുടെ സ്വഭാവം ജനങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ ട്രെയിലറിൽ കൂടിയാണ്. അപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റ്സ് വായിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതായത് നമ്മളുടെ ഒരു പ്രതീക്ഷക്ക് അനുസരിച്ച് കഴിഞ്ഞിട്ട് തന്നെ ആ ട്രെയിലർ പോയി എന്നുള്ളതാണ്. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഈ 3 സിനിമകളുടെയും സ്ക്രിപ്റ്റ് കേട്ട് എനിക്ക് വിശ്വാസം വന്നാൽ മാത്രമാണ് ഇത്. നമ്മൾ മുൻകാലങ്ങളിൽ നമുക്ക് പല അനുഭവങ്ങളിൽ നിന്നാണല്ലോ, മനുഷ്യൻ്റെ ഒരു ഇതാണല്ലോ. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ചെറിയൊരു സിനിമയിലുള്ള ഒരു നോളജ് വെച്ച് കഴിഞ്ഞിട്ട് തന്നെയാണ് ഓരോ പ്രൊജക്റ്റുകളും സെലക്ട് ചെയ്യണത്. അപ്പോൾ ഈ ഹൈദരാലി നേരത്തെ പറഞ്ഞ പോലെ ഈ 3ലും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ചാവേറിൻ്റെ ആയിരുന്നു ആദ്യം. പക്ഷെ മറ്റേൻ്റെ എല്ലാം മേക്കിംഗ് ഇപ്പോൾ ആ സിനിമ എല്ലാം ഇതായിട്ട് വന്നിരുന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഈ സിനിമയുടെ നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്നും ഇതിൻ്റെ ഡയറക്ടർ ടിനു പാപ്പച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ വന്നാക്കുന്ന 2 സിനിമകളും ചെറിയ സബ്ജക്റ്റാണ്. അതിൻ്റെ കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയ കഥകളാണ് സിനിമക്ക്. പക്ഷെ അതിനെ ഒരു സിനിമാക്കടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു
ഡയറക്ടർ ബ്രില്യൻസി എന്ന് പറയാം, അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഇങ്ങനത്തെ എല്ലാ നമ്മുടെ സൈഡിൽ നിന്നും ബഡ്ജറ്റ് ആയാലും ബാക്കി എല്ലാ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി ആ രീതിയിൽ തന്നെ ആ സിനിമ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ അറിയാമല്ലോ, നമ്മളിപ്പോൾ സിനിമയുടെ ഒരു ചരിത്രം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രതീക്ഷയിൽ വരുന്ന സിനിമകളാണ് ഏറ്റവും വലിയ തകർച്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രതീക്ഷയില്ലാത്ത സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ മെഗാ ഹിറ്റുകളാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാൻ മാത്രം പറ്റുള്ളൂ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ്. എന്നാലും നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഈ 2 പ്രൊജക്റ്റിലേക്കും മാളികപ്പുറം ആണെങ്കിലും 2018 ആണെങ്കിലും തുടക്കത്തിൽ വേണിച്ചേട്ടൻ വരുന്നില്ല അല്ലേ? കറക്റ്റാ. തുടക്കത്തിൽ വേണിച്ചേട്ടനില്ല, പിന്നെ അങ്ങ് വേണിച്ചേട്ടന്റെ കയ്യിലേക്ക് വരാണ്. ചാവേർ എങ്ങനെയാണ്? ചാവേർ ഇപ്പം ഇന്നവിടെ നമ്മൾ സ്പീച്ചിലൊക്കെ ഓരോരുത്തർ പറഞ്ഞിരുന്നു. അതായത് ജോയി മെത്തി എന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്തിലൊരു സ്റ്റോറി സ്ക്രിപ്റ്റ് ആക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന ടിനു പാപ്പച്ചനെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ടിനു സ്ക്രിപ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് സിനിമ ചെയ്യാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനൊരു പ്രൊഡ്യൂസർ വേണമല്ലോ. പ്രൊഡ്യൂസർ അങ്ങനെ അരുൺ നാരായൺ പ്രൊഡക്ഷൻ്റെ ഇതിലോട്ട് വേണം, അരുണിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ അരുൺ ലാസ്റ്റ് ചെയ്ത സിനിമ ഞാനും അരുണും കൂടി ഒരുമിച്ചാണ് ചെയ്തത്. ഈശോ എന്ന് പറയുന്ന സിനിമ നല്ല രീതിയിൽ പോയത്. നമ്മൾ തിയേറ്ററിലോട്ട് വരണ്ടാവുന്നില്ല, OTT. അപ്പോൾ അങ്ങനെ അടുത്തൊരു പ്രൊജക്റ്റിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ അരുണിൻ്റെ അടുത്ത് പല കഥകളും പറഞ്ഞിരുന്നു. പക്ഷേ അത് പലതും കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഞാനിപ്പോഴും ഒരു ബിസിനസ്സായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് കഥകൾ കേൾക്കുമ്പോൾ തന്നെ ഇതുകൊണ്ട് എന്ത് ബിസിനസ് ചെയ്യാം എന്നുള്ള ഒരു ചിന്തകൾ വരാറുണ്ട്. ആർട്ടിസ്റ്റ് ആരാണെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പലതും അങ്ങനെ ഒഴിവാക്കി പോയി കഴിഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്കത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ സ്ക്രിപ്റ്റ് തരാൻ പറഞ്ഞ് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴും രസമായിട്ട് തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഡയറക്ടർക്ക് ഇത് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് അറിയില്ല. ഞാൻ ടിനുവിനെ എനിക്കിപ്പോൾ യാതൊരു പരിചയമില്ല. അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ 2 സിനിമ ചെയ്തിട്ടുണ്ട്, ചേട്ടൻ അത് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അജഗജാന്തര സിനിമ കാണുന്നത്. എനിക്ക് തോന്നുന്നു USA ഇരുന്നിട്ടാണ് ഞാൻ ആ സിനിമ കാണുന്നത്. ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു സബ്ജക്റ്റ് ആണെങ്കിലും ആ ആനനെ കൊണ്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ നമ്മൾ ഉത്സവപ്പാടത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ആനപ്രേമികൾ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ആനപ്രേമിയല്ല, പക്ഷെ ആനപ്പാപ്പാന്മാരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ഉത്സവത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഞാൻ ഫുള്ള് വാച്ച് ചെയ്ത് നിൽക്കണം ഇവരുടെ ഒരു പ്രവൃത്തികളാണ് ഈ ആനപ്പാപ്പന്മാർ. ചിലവരൊക്കെ ഫ്രണ്ടിലത്തെ കാലിൻ്റെ സൈഡിൽ കിടന്ന് ഉറങ്ങണ കാണാം, അതിൻ്റെ ഇടയിൽ കൂടി പോകണ കാണാം, ആനെ പിടിച്ചതും. അങ്ങനെ എനിക്ക് അവരോട് എന്താണ് പറയുന്നത്, ഒരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെറുപ്പത്തിലുള്ള അതിൽ ഈ ആനപ്പാപ്പന്മാരുടെ ഇതൊക്കെയാണല്ലോ എനിക്കത് അപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനപ്പോൾ തന്നെ അവന് വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോണത്. അപ്പം തുടക്കത്തിൽ തന്നെ ഉണ്ട്. മറ്റേ 2 അങ്ങനെയല്ല വന്നത്, ഇത് തുടക്കത്തിൽ തന്നെ. അതിനുശേഷമാണ് പ്രൊജക്റ്റ് ഓണാവണത്. അരുണപ്പം തന്നെ അത് കമ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങിലോട്ട് പോകണം. കണ്ണൂരിൽ ഷൂട്ടിങ് ഞാനൊരു പ്രാവശ്യം പോലും ഷൂട്ടിങ്ങിന് പോയിട്ടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവിടെ 2018 തിരക്കും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരുന്നു. അപ്പൊ അരുൺ നാരായണിലൂടെയാണ് ഇത് എത്തുന്നത്. പ്രൊജക്റ്റ് എത്തണ അരുൺ നാരായൺ. അങ്ങനെ അരുണുടെ പ്രൊഡക്ഷനിലേക്ക് ഭാഗമായി. അതെ അല്ലെ, തുടക്കത്തിൽ തന്നെ. അത് ഈ വേണിച്ചേട്ടന്റെ ഒരു മനസ്സ് വേറെയാണ് കേട്ടോ. ആര് എന്തുകൊണ്ട് വന്നാലും അവരെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അധ്വാനം അവരുടെ ഈ പറയുന്ന ഏതെങ്കിലും ഒക്കെ രീതിയിലുള്ള റിലേഷൻ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റൊക്കെ വന്നത്. ഇപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടെന്നി പാപ്പച്ചനായാലും ഈ ജോയ് മാത്യു സാറായാലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു സ്ക്രിപ്റ്റ് ആയാലും അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇവിടെ പ്രൊഡ്യൂസേഴ്സ് കിട്ടാനുള്ളത്. ചില ആൾക്കാരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കിട്ടൂല, അല്ലെങ്കിൽ എത്ര കഥ എഴുതി കഴിഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ കിട്ടാത്ത ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. എത്രയോ ആൾക്കാർ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുള്ള ആൾക്കാരാണ്, മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിമാൻഡുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നതെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ടും അങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ്, മനസ്സിലായില്ല. അപ്പോൾ അത് അങ്ങനത്തെ അരുണായിട്ടുള്ള റിലേഷൻ്റെ പേരിൽ വന്ന് നമ്മൾ ആ രീതിയിൽ തന്നെ അത് മുന്നോട്ട് ചേർത്ത് പിടിച്ചു അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ഞാനിപ്പോൾ ഈ ആൻഡുമായിട്ടും അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്, അരുണായിട്ടും അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ കയറുന്ന അവർ കുറച്ച് ലാഭം കൊണ്ടുപോകണം അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുതല്ലോ. അപ്പോൾ അവരും കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പ്രൊജക്ട് ഉണ്ടാവുന്നു. അപ്പോൾ ഞാനിവിടെ ദുബായിൽ ബിസിനസ്സും ഇതൊക്കെ ആയിട്ട് പോകുന്ന ആളാണ്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 120 ദിവസത്തിന് മേലെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ NRI സ്റ്റാറ്റസ് പോകും. അപ്പോൾ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ പറഞ്ഞതുപോലെ USA യാത്രയിൽ സ്ക്രിപ്റ്റ് കേൾക്കുന്നു, ഫ്ലൈറ്റിൽ നിന്ന് സ്ക്രിപ്റ്റ് വായിച്ചു നേരത്തെ പറഞ്ഞിരുന്നു. അത് കണ്ട് കേട്ട് ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോക്കോളാൻ പറഞ്ഞു. അവിടെയൊക്കെ ബിസിനസ് മൈൻഡ് ഉണ്ട് എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. ബിസിനസ് മൈൻഡ് ഇല്ലാതെ നമ്മൾ ഒന്നിനും ചെയ്യാറില്ല. ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ ഈ ബിസിനസ് മൈൻഡ്
നമ്മൾ വർക്കൗട്ട് ചെയ്തല്ലോ, ഇതിപ്പോൾ ഇത്ര കോടി രൂപയാവും, ഇത് വർക്കൗട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, നമുക്ക് അവിടെ വിൽപ്പന നടക്കുമോ, ഇങ്ങനെ അതൊക്കെ ആദ്യം തന്നെ ചാർട്ട് ചെയ്യും അല്ലേ? എല്ലാം ചാർട്ട് ചെയ്ത്, അതായത് ഇപ്പോൾ ഒരു കഥ കേൾക്കണം, കഥ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു ഐഡിയ കിട്ടും, ഇത്രയെങ്കിലും ഒരു ബഡ്ജറ്റ് ആവുന്ന കഥ കേൾക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഏകദേശം ഒരു ബഡ്ജറ്റ് വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ചോദിക്കണം ആരാണ് ആർട്ടിസ്റ്റുകൾ. ഇവിടെ എന്താ വെച്ചാൽ ആർട്ടിസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ടാണ് സിനിമയുടെ ബഡ്ജറ്റ് ഏത് രീതിയിലോട്ടും പോണത്. ഏത് നല്ല ആർട്ടിസ്റ്റുകളാണെങ്കിൽ, അതായത് OTT സാറ്റലൈറ്റിന് ഡിമാൻഡ് ആവശ്യമുള്ള ഇവരാണെങ്കിൽ, അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആരാണ് അതിൽ ഇന്ന ആള് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ എത്രയാണ് സാലറി, നമുക്ക് ഏകദേശം ഇതായിട്ടുണ്ട്. അത് കൂട്ടി പ്രൊഡക്ഷൻ ഏകദേശം വരും, ഇത്ര ദിവസം ഷൂട്ടിംഗ് ആണ്, ഒരു 60 ദിവസം ഷൂട്ടിംഗ്. അപ്പോൾ നമുക്കറിയാം ഒരു ദിവസം ഏകദേശം ഇത്ര വരും, 10-15% ഒക്കെ അങ്ങോട്ട് ഉണ്ട്. അപ്പോൾ നമ്മളത് കൂട്ടി എല്ലാം കൂടി ചേർന്ന് ഇത്ര വന്നു. ഇവന് എത്ര OTT ടാസ് ആയതുണ്ട്, നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട്, ഇത്ര OTT കിട്ടും, ഇത്ര OTT സാറ്റലൈറ്റ് എത്ര കിട്ടും, ഓവർസീ ഇത്ര കിട്ടും. അപ്പോൾ നമുക്കറിയത്. അപ്പോൾ ചില കഥയൊക്കെ പറഞ്ഞപ്പോൾ ആരാണ് ഇന്നാള് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയില്ല, ഞാനില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൈലി റിസ്ക് ആണ്, നമ്മൾ അവരുടെ പുറകെ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സേഫ് സൈഡ് കളിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പ്രൊജക്റ്റാണല്ലോ, നമുക്കിപ്പോൾ അങ്ങനെ കിട്ടാത്ത സാധനമൊന്നുമല്ല. ഇങ്ങനെ കഥകൾ കേൾക്കാൻ വേണ്ടി എത്രയോ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കണം, ഡയറക്ടേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ നല്ലത് നോക്കിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ അത്ര പാടുള്ള കാര്യമല്ല. ഈ കഥകൾ പൂർണ്ണമായിട്ടും കേൾക്കുമല്ലേ? പൂർണ്ണമായിട്ടും കഥ ഒരിക്കലും കേൾക്കാറില്ല. ഞാൻ എൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലൈൻ ഞാൻ കേൾക്കും. 1 ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കും 1 ലൈൻ കേൾക്കുന്നത്. അതിപ്പോൾ എത്ര മോശമാണെന്നുണ്ടെങ്കിലും ഈ ചില ആൾക്കാർ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ഇത് ചെയ്യാറില്ല. ഞാൻ ഫുള്ളായിട്ട് ഇരുന്ന് കഥ കേൾക്കാറുണ്ട്. കേൾക്കാൻ ഇത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഇവിടെ ഉള്ള ഗോപൻ്റെ അടുത്ത് ഞാൻ പറയും കഥ കേൾക്കുമെന്ന് പറയും. അപ്പോൾ ഗോപൻ അത് കേട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പറയും നല്ലതാണെങ്കിൽ എൻ്റെ അടുത്ത് പറയും ചേട്ടൻ ഒന്ന് കേട്ടു എന്ന് പറയും. പിന്നെ അതിനാല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പൈസ മുടക്കാനാണെങ്കിലും നമ്മളെടുക്കണ ഒരു ഇത് ആ രീതിയിൽ ചെയ്യണമെന്നൊരു എപ്പോഴും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു പക്ക ഒരു ലവ് സ്റ്റോറിയാണ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഇതിനോട് വലിയ താല്പര്യമില്ല. ഈ അടിപ്പടങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ത്രില്ലർ ഇതൊക്കെയാണ്. അത് ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ടാവും. ഞാൻ ഇഷ്ടപ്പെട്ട സിനിമകളും അങ്ങനത്തെയാണ്. അപ്പം നമ്മൾ അതിലോട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വരും. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒരു സിനിമാറ്റിക് സാധനങ്ങൾ മാക്സിമം ഉള്ള സിനിമ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ചെറിയ പ്രൊജക്ടുകൾ പിടിക്കാറില്ല എന്ന് അങ്ങനെയൊന്നുമില്ല. ഇപ്പം മാളികപ്പുറം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ പ്രൊജക്റ്റ് ആയിരുന്നു. എപ്പോഴും ചെറിയ പ്രൊജക്റ്റാണല്ലോ. നമുക്ക് പൈസ മുടക്കണം, എന്ത് ബിസിനസ് ചെയ്യണവനും എപ്പോഴും വിചാരിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ചില പ്രൊജക്റ്റുകൾ അത് വലുതായി പോകും. ഇപ്പം ഉദാഹരണത്തിന് ചാവേർ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വലിയ ബഡ്ജറ്റൊന്നും വന്നിരുന്നില്ല. പക്ഷെ അതിൻ്റെ മേക്കിങ്ങിന് വേണ്ടി പലതും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു വലിയ മൂവിയായി തീർന്നു. അല്ല ടെനി പാപ്പച്ചനാണെങ്കിൽ ആ കാര്യത്തിൽ ഗംഭീരമാണ്, ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ നമ്മളതെല്ലാം ടീനു എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് പുള്ളി തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. സിനിമയ്ക്ക് വേണ്ടിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർമാരെ കിട്ടുന്നതാണ് സിനിമയ്ക്ക് കൂടുതൽ വിജയം ഉണ്ടാവുന്നത്. അല്ല, ഇതിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ എത്രയോ സിനിമകളിൽ പല ഡയറക്ടർമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തികളാണല്ലോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. സിനിമ പഠിക്കാന്നല്ല പറയണം, അവരുടെ സ്വഭാവം, അവരുടെ ആറ്റിറ്റ്യൂഡ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കാര്യം പറ്റും. അപ്പം ഇപ്പൊ ടിനു ഈ സിനിമ ചെയ്യുമ്പോൾ ടിനുവിനെ നമ്മൾ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈലി ടാലന്റഡ് ആളാണ്. എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെർഫെക്ഷന് വേണ്ടി എത്ര ദിവസങ്ങളാണ് എത്ര സ്ട്രഗിൾ ചെയ്യാനായിട്ട് പുള്ളിക്ക് യാതൊരു മടിയില്ലാത്ത ആളാണ്. ഞാൻ കണ്ടാകുന്ന ചില പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കോംപ്രമൈസിന്റെ ആൾക്കാരാണ്. ഇപ്പൊ ഒരു മ്യൂസിക് ചെയ്തതെന്ന് അത് കുറച്ചാണെങ്കിലും കുഴപ്പമില്ല, അത് ഇതാണെന്ന് പറയും. VFX ചെയ്തതെന്ന് അത് ഇതാണെന്നുണ്ടെങ്കിലും അത് അവരൊക്കെ നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കും, ഡയറക്ടറെ കൺവിൻസ് ചെയ്യാൻ നോക്കും VFX കമ്പനിക്കാർ. ഞാൻ അത് ഓക്കെ എന്ന് പറയും. DI ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആണ്. അങ്ങനെ എല്ലാത്തിനും കോംപ്രമൈസ് ചെയ്ത് പോകണ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ചില ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പം ഞാനിപ്പോൾ ചെയ്താക്കണ ഈ 2 ലാസ്റ്റ് സിനിമകളുടെ ഇപ്പോൾ ജൂഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടിനു ആയി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്കത് വേണം. അതായത് ലാസ്റ്റ് മൊമെന്റിൽ പോലും ഒരു VFX ഷോട്ട് റിജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വീണ്ടും ചെയ്യണമെന്ന് പറയാനായിട്ട് യാതൊരു മടിയില്ലാത്ത ആൾ. അപ്പോൾ അങ്ങനെ അത് ചിലതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണിലൊന്നും കാണാൻ പോലും ഇല്ല. പക്ഷെ അവർക്ക് പെർഫെക്ഷന് വേണ്ടി ചെയ്യണമായിരിക്കും. ചില ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശമ്പളം കിട്ടിയതെല്ലാം കിട്ടി, ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അടുത്ത പ്രോജക്റ്റ് വേഗം ജോയിൻ ചെയ്യണം, വേറെ പ്രോജക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ക്വാളിറ്റിയാണത്. തീർച്ചയായിട്ടും. ചാക്കോച്ചനാണല്ലോ ഇതിനകത്ത് മെയിനായിട്ട്. ചാക്കോച്ചൻ ഇപ്പം 2ാമത്തെ പടത്തിലാണ് വേണിച്ചേട്ടനായിട്ട് കൈകോർത്ത് പോകുന്നത്. ചാക്കോച്ചന്റെ മികച്ച ഒരു അഭിനയമായിരിക്കും, എന്നാൽ താൻ കേസൂറിന് ശേഷമുള്ള ഒരു മികച്ച അഭിനയമായിരിക്കും എന്നാണ് ഞാൻ പേഴ്സണലി സംസാരിച്ചപ്പോൾ എനിക്ക് മറ്റുള്ളവർ സംസാരിച്ച് കിട്ടിയിരിക്കുന്നത്. അതെങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ ഇപ്പോൾ എവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്പീച്ചിൽ ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്. അതായത്
ചാക്കോച്ചനെ നമ്മൾ കണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇപ്പം നിറം അല്ലെങ്കിൽ അനിയത്യപ്രാവ് അങ്ങനെ എത്രയോ സ്വപ്നക്കൂട് അവിടെ അങ്ങനെ കുറേ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സുന്ദരനായ ഒരു പ്രേമം ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വേറെ ഐഡിയ വീഡിയോ വേറെ ബഹളങ്ങളൊന്നും ഇല്ലാതെ വേണം ഒരു നല്ല ഒരു പയ്യൻ ഇതിൽ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ മീൻസ് അഭിനയത്തിന്റെ മാത്രമല്ല ആ ഒരു ലുക്ക് ഉണ്ടല്ലോ അത് മൊത്തം മാറിയാക്കണ ഒരു സിനിമ ഞാൻ കണ്ടത് എൻ്റെ ഇതിൽ ഇതായിരുന്നു ഈ എന്നതാൻ കേസ് കൊടുക്കായിരുന്നു. ബാക്കി സിനിമകൾ ഇപ്പൊ 5-ാം പാതിര സിനിമകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുക്കിൽ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ക്യാരക്ടർ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ ഉണ്ടെങ്കിലും ലുക്കിൽ മാറി കഴിഞ്ഞിട്ട് ടോട്ടൽ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം എങ്കിലും ഉണ്ടാകുന്ന എനിക്കറിയില്ല. അപ്പൊ ഈ ചാവേർ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പുള്ളി വേറൊരു ഭയങ്കര വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലോട്ട് പോവുകയാണ്. ഞാനതാണ് പറഞ്ഞത്, അതായത് ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അരുണിനോട് ചോദിച്ച കാര്യം ഇതാണ്, അരുൺ എങ്ങനെയാണ് ഇതിൽ ശരിയാവണത്, ചാക്കോച്ചൻ എങ്ങനെയാണ് ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒരു ചാക്കോച്ചനെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോഴാണ് അവര് ഡിസൈൻ ചെയ്ത് വെച്ചാക്കണം ഇത് എനിക്ക് അയച്ചു തന്നെ. ലുക്ക് കാണുമ്പോൾ നമുക്കറിയാലോ മൊത്തം നമ്മൾ കണ്ട് ശീലിച്ചാക്കണ ചാക്കോച്ചനല്ല. അപ്പൊ തന്നെ പറഞ്ഞു നോക്കെ ചാക്കോച്ചൻ പെർഫെക്റ്റ് ആണ്. അപ്പൊ അത് ചാക്കോച്ചൻ ആ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചാക്കോച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ടിനുവിന്റെ കയ്യിൽ കിട്ടി കഴിയുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ കുറെ ഇത് ചെയ്തിട്ടുണ്ട്, വ്യത്യാസമുണ്ട്. ഒരു രാഷ്ട്രീയം പറയുന്ന സിനിമയാണ്, രാഷ്ട്രീയമുണ്ട് ഈ സിനിമയിൽ എന്നാണ് ഞാൻ അറിഞ്ഞത്. രാഷ്ട്രീയ ഇപ്പൊ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ വരാം, ഒരു കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന സിനിമകളാണ്. ഈ രാഷ്ട്രീയ സിനിമകൾ എടുക്കുമ്പം ചിലപ്പോൾ റിസ്ക് ആണ്. അത് ഏറ്റവും കൂടുതൽ റിസ്ക് തന്നെ പ്രൊഡ്യൂസർമാർക്കാണ്. രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ഏത് രാഷ്ട്രീയത്തിലാണ് തൊടുന്നത് നമുക്കല്ല, സിനിമ കണ്ടാലേ തീരും. അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ട്രെയിലറിൽ നിന്ന് എനിക്ക് മനസ്സിലായത് രാഷ്ട്രീയം പറയുന്ന, കണ്ണൂർ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ. ഒത്തിരി സിനിമകളും അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സിനിമയായിട്ട് കഥ വായിച്ചപ്പോൾ മനസ്സിലായോ? അല്ല, ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിവാദം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദ്യത്തിലേക്ക് പോയത്. പല സ്ക്രിപ്റ്റും കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് പ്രശ്നമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാറുണ്ട്. ചില സിനിമകളിൽ ഞാനത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഡയലോഗുകൾ മാറ്റാൻ സാധിക്കുമെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഡയലോഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്നറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചില സമയത്ത് ചെയ്യാറുള്ളതാണ്. പക്ഷെ ഇതില് നമ്മളിപ്പോ ഈ ട്രെയിലർ കണ്ട് ഇനിയിപ്പോ നാളെ സിനിമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിന്തിക്കണവർക്ക് വേണമെങ്കിൽ ചിന്തിക്കുക. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിനെ എന്താണ് പറയണ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാം. ഇപ്പൊ കേരളത്തിൽ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 3 രാഷ്ട്രീയ പാർട്ടികളാണ് ഉള്ളത് കേരളത്തിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഇതുള്ളത്. അപ്പൊ അവർക്ക് ആരെ വേണമെങ്കിലും പറയാം, ഏത് ഇവരാണ് ടാർഗറ്റ് ചെയ്താക്കണേന്ന് പറയാം. അപ്പൊ അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിനെ മേലെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിനെ ടാർഗറ്റ് ചെയ്യാന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ ഒരിക്കലും സിനിമ ചെയ്യുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ കുറേ അധികം ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മൾ വെറുതെ പോയി കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ നോട്ടപ്പുള്ളി ആവാനോ അല്ലെങ്കിൽ മറ്റൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അത് ഇല്ലെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. അതാണ് ഞാൻ ചോദിച്ചത്. 2018 ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് വിവാദങ്ങളിലേക്ക് പോയതാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അതിൽ വന്നത്. അത് അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പം ജൂഡാണെങ്കിൽ പോലും ഒട്ടും ചിന്തിച്ചിട്ടില്ല, ഞാനത് ഒട്ടും ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരോണെങ്കിൽ അത് ചിന്തിച്ചിട്ടില്ല. നമ്മൾ ഒരു സിനിമയെ കൂടി നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിനെ ഏതെങ്കിലും ഒന്ന് ഇഴ്ത്തിന്ന് വിചാരിച്ച് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ട. ഇപ്പം എനിക്ക് എൻ്റെതായ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനതൊരു സിനിമ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിനെ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിനെ സിനിമയെ കൂടി ഇത് കാഴ്ചയെന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ്? ഞാൻ ഇത്ര കോടികൾ മുടക്കി കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ല തലക്ക് വല്ല അസുഖം. ഇത് പൈസ മുടക്കാതുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ രാത്രി എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റർ എഴുതി ഒട്ടിക്കണമെന്ന് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പാർട്ടിനെ വെക്കാന്ന് പറഞ്ഞാൽ വേറെ ചിലവൊന്നുമില്ല. ഇതങ്ങനെയല്ലല്ലോ. എൻ്റെ പേര്, എൻ്റെ കമ്പനി, ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു സിനിമ ചെയ്യണം, മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിനെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനാലും വലിയ മണ്ടത്തരം എവിടെയാണുള്ളത്? ജീവിതത്തിൽ വേറെ ഒന്നുമില്ല, മനസ്സിലായി. ഇത് കാശ് മുടക്കാതെയുള്ള സംഗതി അല്ലല്ലോ, ഇത്ര കോടാനും കൂടി പൈസ വാങ്ങിയിട്ട്. അപ്പൊ അതില് നിങ്ങൾ ചോദിച്ച രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിനെ നമ്മൾ ഒരു സ്ഥലത്ത് പോലും നമ്മൾ ഇത് ചെയ്യണില്ല, അങ്ങനെ ഒരു ഇതുമില്ല. പിന്നീട് ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ പലർക്കും പല രീതിയിലൊക്കെ അറിയാലോ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉള്ളത് തന്നെയാണ്. അല്ല, ഒരു വിവാദത്തിലേക്ക് പോകാൻ ഇഷ്ടമല്ല. അല്ല, അങ്ങനെ ഇതങ്ങനെ ഒരു വിവാദത്തിലോട്ട് പോകാൻ ഒട്ടും സാധ്യതയില്ല. പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇത് നിങ്ങളെയാണ് ഉദ്ദേശിച്ചാക്കണത് അല്ലെങ്കിൽ നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചാക്കണേന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആവാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനുള്ള ചാൻസ് വളരെ സിനിമ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭീകരമായിട്ട് അവരെ ആരെങ്കിലും കുറ്റപ്പെടുത്തണം, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചെയ്യണമെന്നൊന്നും അങ്ങനെ നമ്മൾ ഇത് ചെയ്യണില്ല, കാണിച്ചിട്ടില്ല. ഈ പറഞ്ഞ മാളികപ്പുറം സിനിമ സൂപ്പർ ഹിറ്റ് ആണ്.
ഏറ്റവും കൂടുതൽ ആ സമയത്ത് തിയേറ്ററിൽ ഓടിയ 100-ാം ദിവസവും ആഘോഷിച്ച സിനിമയാണ്. അവാർഡ് കിട്ടിയ സമയത്ത് കിട്ടാതെ പോയപ്പോൾ എന്ത് തോന്നി? മാളികപ്പുറത്തിൻ്റെ അവാർഡൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ്. അത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു അവാർഡ് തന്നെ എന്ന് പറഞ്ഞാൽ അവാർഡ് കമ്മിറ്റി ഉണ്ട്, അതിലിരിക്കുന്ന ജൂറികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ. ഒരു ജൂറികളെ ചെയ്യണമെന്ന് പറയുമ്പോൾ എടുക്കണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു തിരഞ്ഞെടുത്താക്കണമല്ലോ, അത്ര എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കണം. അവർ ഞാൻ അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 3 സെപ്പറേറ്റ് കമ്മിറ്റി പോലെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഏതാണ്ട് 20-21 സിനിമ വെച്ചിട്ട് കാണണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുടെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ ഉണ്ട്. ഇങ്ങനെ ഒരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സിനിമ, ഏതെങ്കിലും ഒരു കുറച്ച് ടീം ആരെങ്കിലും അതിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ വരാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നേക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും നല്ല സിനിമ ഈ തിയേറ്ററിൽ ഏറ്റവും ഓടിയെന്നുള്ളത് അനുസരിച്ചിട്ടല്ലേ ഈ കാലകാലങ്ങളിലായിട്ട് വന്നേക്കണ അവാർഡ് നോക്കുമ്പോൾ നമുക്കറിയാം. പക്ഷേ അതിൽ നമ്മൾ വളരെ പ്രതീക്ഷിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് ആ ദേവനാഥൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അസാധ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറൊരു കുട്ടിക്കാണ് കിട്ടിയത്. അവരഭിനയിച്ചാക്കണ സിനിമ നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല. എനിക്കറിയാം സിനിമ റിലീസായിട്ടില്ല. അപ്പോൾ ഇതിനേലും അപ്പുറം വേണമെങ്കിൽ അഭിനയിക്കാം. അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിയില്ലാത്തതാണ്. മനസ്സിലായത്? ചിലപ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മൾ പറയും അതിന് തന്നെയാണ് അവാർഡ് കൊടുക്കേണ്ടിയിരുന്നത്. നമ്മൾ പറയും, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടതായി വരുമായിരിക്കാം. നമ്മളുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട് ആ കൊച്ചിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് പല ന്യൂസുകൾ അങ്ങനെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് ഒന്നും പറയാതിരിക്കണേ തന്നെയാണ് നല്ലത്. അല്ല, അതിനകത്തൊരു ഇപ്പം വേണിച്ചേട്ടൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകാം, മറ്റേ കുട്ടിയെ അഭിനയിച്ചു നമ്മളാരും കണ്ടിട്ടില്ല. ജൂറിക്ക് കൃത്യമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് അവാർഡ് കൊടുത്തത്. ആ കുട്ടിയുടെ അഭിനയം മികവിന് കൊണ്ടാണ് അവാർഡ് കൊടുത്തെന്ന കാര്യത്തിൽ യാതൊരു സംശയം. പക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടത് ഈ കുട്ടിയുടെ അഭിനയമാണ് കണ്ടത്. അവിടെയാണ് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതും നമുക്കൊരു കിട്ടാതെ പോയെന്ന് തോന്നുന്നതും ചോദിക്കപ്പെടുന്നതും. അല്ല, നമുക്കിപ്പോൾ സാധാരണയിൽ നമുക്കിപ്പോൾ അതിൽ എത്രയോ ആൾക്കാർ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൊച്ചിനെ പറ്റി മാത്രമാണ് പറയണത്. അതിൽ ഇഷ്ടംപോലെ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരും ത്രൂ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അഭിനയവും അതിൻ്റെ ഒരു എന്താ പറയണത്, ആ സിനിമയുടെ വിജയത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ചേർന്നിട്ടാണ് ടോട്ടാലിറ്റിയാണ് വിജയം വന്നാക്കണമെങ്കിലും ഒരു 8 വയസ്സുള്ള ഒരു കൊച്ചിൽ നിന്ന് പ്രതീക്ഷിക്കണേക്കാൾ ഉള്ള അഭിനയമാണ് ചെയ്താക്കുന്നത്. പല മുഹൂർത്തങ്ങളിലും അതിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഇതൊക്കെ ചെയ്താൽ അതിൽ എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ കൊള്ളുന്ന ഏതാണെന്നല്ലോ, ആ കുട്ടി ആദ്യം ഷൂട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് ആണ് ഷൂട്ട് ചെയ്തെന്നുള്ളതാണ് ഞാൻ. അപ്പോൾ അച്ഛനെ കണ്ടിട്ടില്ല, എന്നിട്ട് ആ ഇമോഷൻ കൊണ്ടുവന്നു ആ കുട്ടി ആ സിനിമയില്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു അഭിനയം ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടും ജൂറികള് അത് കൺസിഡർ ചെയ്തില്ലേ എന്നുള്ളൊരു ഇത് സാധാരണക്കാര്, നമ്മളെ പോലെ സാധാരണക്കാരുടെ മനസ്സിലോട്ട് വരും. പക്ഷെ ഞാനീ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കുട്ടി അഭിനയിച്ചു വെച്ചേക്കണം. അതെ, അത് കാണുമ്പോൾ നമുക്കറിയാം. ഇനിയിപ്പോ നാളെ സിനിമ ഇറങ്ങി, നമ്മളത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇതെന്താ അഭിനയം, ഇതിനാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ സംതിങ് പ്രശ്നമുണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് വേറെ കേസ് കൊടുക്കാനോ വേറെ ഒന്നും പറയൂല. അതുവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോ അവിടെ ജഡ്ജിങ് കമ്മിറ്റിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പോലും നമുക്കും അത്യാവശ്യം ജഡ്ജ് ചെയ്യാമല്ലോ. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ നമുക്കത് കാണുമ്പോൾ നമുക്കറിയാലോ. അപ്പൊ എന്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനേലും അപ്പുറം ആ കൊച്ചു അഭിനയിച്ചിട്ടുണ്ടാവും. ഒരു ജൂറിയുടെ പരാമർശമെങ്കിലും കുട്ടിക്ക് കൊടുക്കാമായിരുന്നു എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. അതെ, നമുക്കും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആഗ്രഹങ്ങളനുസരിച്ചിട്ടല്ല. പിന്നീട് ഞാൻ അറിഞ്ഞ ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് തന്നെ മാളികപ്പുറം ഒഴിവാക്കിയെന്നും ഞാൻ. അങ്ങനെ അതൊരു ജൂറി അംഗത്തിൽ നിന്നും എന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാണ് കേട്ടോ. ഒരു ജൂറി അംഗം എന്റെ ഇന്റർവ്യൂവിൽ പറയുന്നു ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് തന്നെ മാളികപ്പുറം മാറ്റി വെച്ചു. അതെ. അല്ല, ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ ന്യൂസുകൾ വന്നിട്ടുണ്ട്. ഇതിൽ യഥാർത്ഥം എന്താണ്, ഫേക്ക് എന്താണ്, അല്ല എന്താണെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്താക്കണം എന്താണെന്നൊന്നും നമുക്കൊരു പിടുത്തമില്ല. അല്ല, എന്റെ അടുത്ത് പറഞ്ഞ ജൂറി അംഗമാണ് ഫസ്റ്റ് റൗണ്ടിൽ മാറ്റി വെച്ചു. അല്ല, അത് ശരി തന്നെ. എന്തുകൊണ്ട് മാറ്റി? ഇനി അത്ര മോശമായതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും തോന്നുന്നതാണ് ഈ സിനിമ ഒട്ടും. ഇപ്പൊ മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ കാണാതെയും അല്ലെങ്കിൽ അതിനെപ്പറ്റി ക്രിറ്റിസൈസ് ചെയ്താക്കണ എത്രയോ ആൾക്കാരുണ്ട്. തീർച്ചയായും, മനസ്സിലായില്ലേ? അപ്പൊ ഈ സിനിമ കണ്ടാക്കണ എല്ലാവരും ആ കാറ്റഗറിപ്പെട്ട ആൾക്കാരായിരുന്നായിരിക്കും. അതായത് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഭക്തി സിനിമ ഇഷ്ടമല്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? അവർ ആ സിനിമയുടെ അടുത്ത് ആദ്യത്തെ റൗണ്ടിൽ മാറ്റൂല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോഴുണ്ട്. ഭക്തിയല്ല ഒരു കലയാണെന്ന് കണ്ടാൽ ഇതൊന്നും ഉണ്ടാവില്ല. അതാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് പോയതും. ഇപ്പം വേണുചേട്ടൻ പറഞ്ഞു വെച്ചതുകൊണ്ടാണ്. ഏതാണ് നമ്മുടെ 2018 ഓസ്കാറിന് വരെ നമ്മൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ തോന്നുന്നത്. എവിടെ നിന്നെങ്കിലും ഒരു അവാർഡ് എന്നുള്ളതാണ് നമ്മുടെ ഇത്. അവാർഡിന് വേണ്ടിയല്ല നമ്മൾ സിനിമ എടുക്കുന്നത്. അല്ല, അവാർഡ് നമ്മൾ കാശുണ്ടാക്കല് എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞൊരു ബിസിനസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കാശുണ്ടാക്കണതാണ് നമ്മളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കണമെന്നുണ്ടെങ്കിലും
ഈ പറയുന്ന അവാർഡുകൾ എന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നുമല്ല. ഇപ്പം നമുക്ക് മനോരമ മഴവിൽ മനോരമ ഒരു അവാർഡ് കിട്ടി. അതെ അതെ. അപ്പോൾ അതേപോലെ അവാർഡ് എപ്പോഴും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകാരമാണല്ലോ. പൈസയുടെ അപ്പുറത്ത് വേറെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അത് അംഗീകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു അപ്രീസിയേഷനാണ് നമ്മൾ ചെയ്ത്. മറ്റേ ജനങ്ങൾ സിനിമ കണ്ട് അതിൽ നിന്നുള്ള പൈസയും കൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കണം. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എക്സ്പെർട്ടുകൾ, ഏത് അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെർട്ടുകൾ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യണത്. മനസ്സിലായി. അപ്പോൾ അത് നമുക്കൊരു അംഗീകാരമാണ് കിട്ടുന്നത്. അപ്പോൾ അത് വലിയ കാര്യമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്സോ മറ്റോ മറിച്ചൊക്കെ ഉണ്ടാകുന്ന നമുക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തടയപ്പെടാം. ഇതൊക്കെ സംഭവിക്കണം, അത്ര തന്നെ. ഇപ്പം ഇതും നമ്മുടെ ചാവേറും ബിസിനസ്സൊക്കെ നടത്തി വെച്ചൊക്കെയാണ്, എല്ലാം നടത്തി വെച്ചേക്കാം. 30 ദിവസം കഴിയുമ്പോൾ OTT പോകും, അതോ ഇന്നാളത്തെ പോലത്തെ പ്രശ്നങ്ങളും എല്ലാം വരുമോ OTT ബിസിനസ്സൊക്കെ ആയിട്ട്? അല്ല, ഇത് നമ്മൾ 40 days ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് OTT വെച്ചേക്കണത്. എൻ്റെ അറിവിൽ 40 ചാരുവനാണ് അതിൻ്റെ പേപ്പറെല്ലാം നീക്കിയേക്കണത്. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു 40 days നമുക്കത് വേണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ഇപ്പം ഇറങ്ങുന്ന ഒരു സിനിമകളും അങ്ങനെ ഒരു 30 days പോലും ആവശ്യമില്ലാത്തതാണ്. മനസ്സിലായി. പിന്നെ തന്നെ പോണ്ട്. അപ്പം നമ്മൾ ഇപ്പോഴേ തന്നെ 40 അല്ലെങ്കിൽ 30 എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇവന് ഇത്ര അത്യാഗ്രഹം, ഇപ്പോഴേ കഴിഞ്ഞിട്ട് തന്നെ അത്യാഗ്രഹം എന്നല്ല അഹങ്കാരി എന്ന് വിളിക്കും. അപ്പം അതുകൊണ്ട് അത് അങ്ങനെ വരും. അല്ല, അങ്ങനെ ഒരു ചാലഞ്ചും ഒരു ചർച്ച വരും. അത്യാഗ്രഹിയെന്നും തിരിച്ചത്യാഗ്രഹിയെന്നൊക്കെ വിളിക്കേണ്ട ഒരു നിലയിലേക്ക് നമ്മുടെ സിനിമ വന്നായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ബിസിനസ്, ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച ബിസിനസ്സാണ് അത്. ആര് പറഞ്ഞാലും പൈസ മുടക്കിയാൽ ബിസിനസ്സിന് വേണ്ടിയാണ്. ഒരു സംശയമില്ല. ഞാൻ എല്ലാവരോടും എനിക്ക് അത് പറയാനായിട്ടൊരു മടിയില്ല. അതായത് നമ്മൾ എവിടെയോ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയാണ്. അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇത്രയധികം അൺസർട്ടനിറ്റി ഉള്ളത്, അതായത് മുടക്കണ പൈസക്ക് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ പോലും തിരിച്ചിട്ടാത്തൊരു ഇതാണിത്. നമ്മളൊരു പെട്ടിക്കട തുടങ്ങുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കൂടാരവും അതിൻ്റെ അടിയിലുള്ള 4 ടയറെങ്കിലും നമുക്ക് നാളെ കൊണ്ടുപോയിട്ട് അറിയാലും വിൽക്കാം. എന്ത് ബിസിനസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ട്. സിനിമക്ക് മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല. മനസ്സിലായില്ല. പണ്ട് ഒരു പെട്ടി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു അലുവിന് പെട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ അലുവിന് പെട്ടി പോലും ഡ്രസ് അരിയൊക്കെ ഇട്ട് വെക്കായിരുന്നു. ഇപ്പൊ അതുപോലും ഇല്ല. കഴിഞ്ഞിട്ട് ഭയങ്കര ഉദാഹരണമാണ്. അല്ല, ഒന്നുമില്ലല്ലോ. ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാം ഓൺലൈനിൽ മറ്റേ ആ രീതിയിലാണ് പോകണം. നമുക്കൊരു സാധനം കിട്ടണ പോലും ഇല്ല. അതായിപ്പോയി. പിന്നെ നമ്മൾ എന്താണ് ഒരു സിനിമ എടുത്ത് ഇപ്പൊ ഈ പറഞ്ഞ 15-20 കോടി മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ നമ്മുടെ അടുത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് വീട്ടിലവിടെ വലിയ ഗോഡൗൺ ഉണ്ട്. അതിൽ മാമാങ്കത്തിൻ്റെ കുറേ ഡ്രസ്സ് ഇരിപ്പുണ്ട്, മാളിയപ്പുറത്തിൻ്റെ ഡ്രസ്സ് ഇരിപ്പുണ്ട്, ചാവേറിൻ്റെ ഡ്രസ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പണ്ടൊക്കെ എനിക്ക് വല്ല ബാല കളിക്കാൻ പോയിരുന്നത് കിട്ടിട്ട് ഒന്നും നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇപ്പോൾ 2018 ഉപയോഗിച്ച ഹെലികോപ്റ്റർ എൻ്റെ വീട്ടിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്ത്, വഞ്ചി ബോട്ടൊക്കെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ വിറ്റ് ഒഴിവാക്കി. എന്തിന് മാമാങ്കത്തിൻ്റെ കുതിരവണ്ടിയുടെ കാളവണ്ടി. പക്ഷേ ഈ അടുത്തത് നോക്കി കഴിയുമ്പോൾ എന്താ പറഞ്ഞാൽ ആകെ പൊടിഞ്ഞ് നാശമായി കഴിഞ്ഞിട്ട് ഹെലികോപ്റ്റർ ആർക്കെങ്കിലും കൊടുക്കാം. ഞാൻ പറഞ്ഞത് ഫ്രീ ആയിട്ട് എടുത്ത് കൊടുക്കാം. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നമ്മൾ ഇത്രയും കോടികൾ മുടക്കി കഴിഞ്ഞിട്ട് നമുക്കാകെ കിട്ടുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഈ സാധനം ബാക്കി കംപ്ലീറ്റ് ഇതാ. അപ്പം സിനിമ വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ നേരെ പോവുകയാണ്. അല്ലെങ്കിൽ നാളെ ഇപ്പം നമ്മളൊരു ഹോട്ടൽ തുടങ്ങി നാളെ വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അതിൽ കുറച്ച് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടക്കാക്കണം ഇത് കിട്ടും. ഇവിടെ എന്താണ് ആ പറഞ്ഞ തുണിയും മറ്റേ സാധനം മാത്രം വിൽക്കാനുള്ളത്. അല്ല, എനിക്ക് ഏറ്റവും ചിരി വന്നത് പണ്ടാണ് ബാല കളിക്കാരെങ്കിലും പോയാലെന്ന് പറഞ്ഞാലും ഇപ്പൊ ബാലയില്ല, ബാലമില്ല, ഒന്നുമില്ല. അല്ലെ അവർക്കെങ്കിലും കൊടുത്ത് നമുക്ക് കിട്ടുന്ന പൈസ മേടിക്കായിരുന്നു. അത് ഭയങ്കര ഉദാഹരണം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയധികം അൺസർട്ടനിറ്റി ഉള്ള ഇതിലോട്ട് കൊണ്ടുപോയിട്ട് പൈസ പമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കണക്കൂട്ടലില്ലെങ്കിൽ എന്താണ് ആ മുടക്കി പൈസ മുഴുവൻ പോകും. തീർച്ചയാണ്. അപ്പോൾ കഥ സെലക്ട് ചെയ്യണത് തുടങ്ങി, ഡയറക്ടറെ സെലക്ട് ചെയ്യണത് തുടങ്ങി, ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യണത് തുടങ്ങി, പിന്നെ അതിലുള്ള അത്യാവശ്യം ടെക്നീഷ്യനെ സെലക്ട് ചെയ്യണത് തുടങ്ങി, എല്ലാം ബിസിനസ്സായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന സാധനങ്ങൾ. ഇത്ര സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ്. OTT സാറ്റലൈറ്റ് ഇല്ലാതെ ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീന്തലറിയാതെ കടലിൽ ചാടണ പോലെയാണ്. ആരെങ്കിലും വന്ന് രക്ഷപ്പെടും, അതേപോലെയാണ്. മനസ്സിലായത്? ആ രീതിയിലാണ് അത്. അത്ര റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ആരെങ്കിലും അതിൽ കൂടി പോകണ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ വന്നിട്ട് നമ്മൾ രക്ഷപ്പെടുത്തും. അതേപോലെ തിയേറ്ററിൽ ചിലപ്പോൾ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുങ്ങിച്ചാടും, ഇവിടെ എന്തെങ്കിലും മുഴുവൻ പൈസയും പോകും. പക്ഷേ ഈ പറയുന്ന നമ്മൾ ഇത്തരം കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ഒരു OTT സാറ്റലൈറ്റ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ മുടക്കാകണ പൈസ ഫുള്ള്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 75% അല്ലെങ്കിൽ ആ ഒരു പൈസ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ തിയേറ്റർ റിസ്ക് കുറഞ്ഞ് അത് മുന്നോട്ട് പോകും. ബിസിനസ് സേഫ് ആക്കുമല്ലോ എപ്പോഴും.
ബിസിനസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബിസിനസ് സേഫ് ആക്കണ്ട്. ഞാൻ പറയണത് സിനിമ ചെയ്യണ എല്ലാവരും ആക്കണം. ബിസിനസ് സേഫ് ആണെങ്കിൽ മാത്രം പ്രൊഡ്യൂസേഴ്സ് ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ മുന്നോട്ട് പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. വലിയ റിസ്ക് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്ന തിയേറ്റേഴ്സ് വന്ന സിനിമകൾ നോക്ക്, വല്ലാത്തൊരവസ്ഥയാണ്. ഒരു റിലീസ് ആയി 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പേരുണ്ടെങ്കിലാണ് ഷോ ഉണ്ടാവില്ല. മനസ്സിലായി? അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എന്ത് ബിസിനസ്സാണ് ചെയ്യണത്? തിയേറ്ററിൽ ഓടാത്ത സിനിമ ഏതെങ്കിലും OTT-കാർ എടുക്കുമോ? ഏതെങ്കിലും സാറ്റലൈറ്റ് എടുക്കും? ഇവിടെ ഓടിയെങ്കിലും ഓവർസീസ് നടക്കും? ഒന്നും കിട്ടും. അപ്പോൾ അധ്വാനിച്ചുണ്ടാക്കണ പൈസ അല്ലേ ഈ കാലഘട്ടത്ത്. ഈ പൈസ ഇപ്പം നിങ്ങളായാലും ഞാനായാലും എല്ലാവരും ഓടണം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി. ഏറ്റവും പാടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കില്ല. പറഞ്ഞ മനസ്സിലായില്ല? നേരായ വഴിക്ക്. മറ്റേ വഴിക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണ്ടി ഉണ്ടാക്കാം പൈസ അത്ര ശരിയാണ്. നേരായ വഴിക്ക് ഉണ്ടാക്കുമ്പോഴാണ്, നേരായ വഴിക്ക് ഉണ്ടാക്കിയ പൈസ പോകുമ്പോഴേ വേദന ഉള്ളൂ, ഏറ്റവും വിഷമമുള്ളൂ. അതെ അതെ, നമ്മൾ ബ്ലാക്ക് വൈറ്റ് ആക്കണം, മറ്റേ നമ്മൾ കേൾക്കണേല്ല. അതൊക്കെ ആണെങ്കിൽ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സിനിമ എടുക്കാം, എന്ത് വേണമെങ്കിലും ആവാം, ഇതാണ്. പക്ഷേ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ കണക്കൂട്ടലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുള്ളൂ. ഈ കുടുംബത്തിന്റെ സപ്പോർട്ട് വലുതായിട്ട് ഞാൻ കാണാറുണ്ട്. ദുബായിൽ വന്നപ്പോൾ കൊണ്ട് ഇവിടെ വെച്ചും കണ്ടു. നമ്മൾ കഥയൊക്കെ കേട്ട് ചെയ്യുമ്പോൾ വൈഫിന്റെ അടുത്തൊക്കെ മോളുടെ അടുത്തൊക്കെ പറയോ, ഇന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സിനിമ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാം. ഞാൻ സാധാരണ ഇതിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വൈഫിന്റെ മോളുടെ അടുത്തും പറയാറുണ്ട്. അപ്പൊ അവര് എന്റെ അടുത്ത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയാത്. അപ്പൊ അവര് കഥ വേണിച്ചേട്ടൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ തന്നെ പറയണം. അവർക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ പറയണ ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഇപ്പൊ ഈ ചാവേറിന്റെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഞാൻ പറയാറുണ്ട്. അപ്പൊ ചിലത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ തന്നെ നിൽക്കാറില്ല. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഒരു ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മളത് മറന്നു പോകും. പിന്നെ ഇരിക്കും ചിലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാത്ത സിനിമകൾ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർത്തിരിക്കും, അത് നമുക്ക് ഇഷ്ടമായിരിക്കും. അത് പല സാഹചര്യങ്ങൾ കൊണ്ട് നടക്കാതെ പോയ ചില ഇതുണ്ട്. അങ്ങനെ നടക്കാതെ പോയി വിജയിച്ച സിനിമ ഏതായിരിക്കും വേണിച്ചേട്ടൻ്റെ? വേണിച്ചേട്ടൻ കഥ കേട്ടു, സാഹചര്യം കൊണ്ട് പറ്റിയില്ല, അങ്ങനെ വിജയിച്ച സിനിമ ഏതാണ്? അങ്ങനത്തെ സിനിമകൾ അങ്ങനെ കാര്യമായിട്ടില്ല. ഞാൻ അതില് കായംകുളം കൊച്ചുണ്ണി എൻ്റെ അടുത്ത്, റോഷൻ ആൻഡ്രൂസ് എൻ്റെ അടുത്ത് വന്നിട്ട് കഥ പറഞ്ഞത് സിനിമയായിട്ട്. ഞാൻ അന്ന് അത് കമ്മിറ്റ് ചെയ്തത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അത് അതിനുശേഷം വേറെ പ്രൊഡക്ഷൻ കമ്പനി വന്ന് അത് ചെയ്തെങ്കിലും എനിക്ക് സിനിമ അത്യാവശ്യമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുറെയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞതും സിനിമ വന്നു കഴിഞ്ഞപ്പോൾ കുറെ വ്യത്യാസങ്ങൾ വരുത്തിയിരുന്നു. പിന്നെ അല്ലാതെ എനിക്ക് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റായ സിനിമകൾ എൻ്റെ അറിവിലില്ല. പക്ഷെ ഞാൻ ഒഴിവാക്കി കഴിഞ്ഞിട്ട് വേറെ ആൾക്കാർ എടുത്തു കഴിഞ്ഞിട്ട് അങ്ങ് അട്ടർ ഫ്ലോപ്പ് ആയാക്കണ ഇഷ്ടംപോലെ സിനിമകൾ. ഇത് ഞാനിപ്പോ പറയുമ്പോ എൻ്റെ അടുത്ത് പറഞ്ഞേക്കണ ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. നമ്മളല്ലാതെ ആ കഥ ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ചിലപ്പോൾ നല്ലതായിരിക്കും, നിങ്ങൾക്ക് ഇത് ചെയ്യാം, എല്ലാമായിരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ ഒരു സാമാന്യം ഇത് വെച്ചിട്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ല. നമ്മുടെ ഒരു സാധനം മോശമല്ലെന്നല്ല പറയണം. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ പറ്റിയാക്കണ ഇഷ്ടം പോലെ ഉണ്ട്. അത് അവരോട് പിന്നെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മള് ഈ ശവത്തെ കുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, അവര് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടാവും, ഓ അന്ന് പറഞ്ഞാണ്. അതെ അതെ, അതൊരു വലിയ ഘടകമാണ്. ചില സിനിമകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില കഥകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഥ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര, നമ്മളെപ്പോഴും പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് കഥക്കാർ ഇത് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴാണല്ലോ കഥ അധികം കേൾക്കണം. അപ്പം ഞാൻ എല്ലാവരോടും ആദ്യം പറഞ്ഞു, മുൻകൂർ ഞാൻ എടുക്കും. ഞാൻ പറയും ഇന്നലെ രാത്രി ഞാൻ കാര്യമായിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പം നിങ്ങൾ കഥ പറയുമ്പോൾ ഇടയ്ക്ക് എനിക്ക് ഉറക്കം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കഥ മോശമാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ അടുത്തൊരു കഥ പറയണം, ഞാനിരുന്ന് കണ്ണടച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇതായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഇവരോട് ഇത് പറയാം. അപ്പം ഞാൻ എങ്ങാ പതുക്കൻ ഇതാവേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വിചാരിക്കരുതട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേൾക്കാനിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് കഥ കേട്ട് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരും. അങ്ങനത്തെ ഒരു സ്വഭാവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനമാണെന്ന് എനിക്ക് ഒട്ടും ഉറക്കം വരില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, അങ്ങോട്ട് എന്തിനാണ് പോയെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ചിലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടയ്ക്ക് ഫോണൊക്കെ എടുത്താലോ എന്നൊക്കെ പറഞ്ഞ ഒരു ഫോണൊന്നും ഉണ്ടാവില്ല ഉറക്കത്തിൽ നിന്ന് മാറാൻ വേണ്ടി. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കഥകളൊക്കെ ആയിരിക്കും. പക്ഷെ അവസാനം അത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ക്ലൈമാക്സ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് നശിപ്പിച്ചിടുന്നുണ്ട്. അങ്ങനത്തെ ഇഷ്ടം പോലെ കഥ. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഈ ക്ലൈമാക്സ് വന്നു കഴിഞ്ഞാൽ ഇത് എന്തൊരു സൂപ്പർ സിനിമയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവർ കഥ നമ്മുടെ അടുത്ത് പറയാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 50 പ്രാവശ്യം എഴുതിയാക്കണേരിക്കുള്ളൂ. മനസ്സിലായില്ല. അപ്പോൾ അവർ അതിനോട് അത്ര അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ടാവും. മനസ്സിലായി. ഈ പെണ്ണുകാണാൻ പോലെയാണ് ഒരു 100 സ്ഥലത്ത് ഇത് കഴിഞ്ഞിട്ട് ആ 100ാം കല്യാണം കഴിച്ചിട്ട് ആരെങ്കിലും പറയുമ്പോൾ അവന്
ഭയങ്കര കഴിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 നടന്നിട്ട് നടക്കാത്തല്ല. അതേപോലെയാണ് ഇവൻ ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെ പറഞ്ഞ് മാറ്റിയിട്ടാണ് ഈ 50ാമത്തെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനൊരു സജഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ സംസാര രീതി തന്നെ മാറിപ്പോകും. അപ്പം ഞാൻ ചില ആൾക്കാരോട് പറയാം, എൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾ സിനിമ ചെയ്യണ്ട, പക്ഷേ എന്താ, അപ്പം ഞാൻ പറയും ഇതൊന്ന് ഇതാക്കി കൂടെ, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഇതാവുമെന്നൊക്കെ പറഞ്ഞ് പോയേക്കണ പലരും ഉണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്ന സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ എത്ര സിനിമ നിസ്സാരമാവണുള്ളൂ. അത്രയധികം ആൾക്കാരാണ് ഈ സ്റ്റോറി ആയിട്ട് നടക്കുന്നത്. അതെ 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 അതെ. ഇത് എത്ര പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടുണ്ട്. ഒരുത്തം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 90% വന്നു കഴിഞ്ഞാൽ അവൻ്റെ പൈസ വേണം. അപ്പോൾ പിന്നെ അവൻ ഈ വശത്തോട്ട് പോകില്ല, അവൻ നേരെ വണ്ടി തിരിച്ച് വീടിയാണ്. മനസ്സിലായില്ല, അതൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ ഒത്തിരി പ്രൊഡ്യൂസർമാർ വരുന്നുണ്ട്, പോലെ അവനുണ്ട്. അധ്വാനിച്ചുണ്ടാക്കിയ പൈസയായിട്ട് അല്ലാത്ത പൈസകളായിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. ഈ കഥയായിട്ട് ചെല്ലാമൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിറ്റുകളുടെ കാര്യം മാത്രമാണ് പറയണം. മറ്റൊരു 5 കോടി മുടക്കി അവൻ 25 കോടി ഉണ്ടാക്കി, മറ്റേത് ഇത് ഇങ്ങനെ OTT റെഡിയാണ്, അവരത് കേട്ട് കഴിഞ്ഞിട്ട് എല്ലാം അവർ കമ്മിറ്റ് ചെയ്താക്കാനാണ്. സിനിമ റെഡിയായ സിനിമ കണ്ടു കഴിഞ്ഞാൽ കാണാത്ത OTT, കഥ വരെ കമ്മിറ്റ് ഇതാണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പരിചയമില്ലാത്ത ആൾക്കാർ വിശ്വസിക്കും, വീണു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അവന് വേറെ രക്ഷയില്ല. അങ്ങനെ അതിലൂടെ നിൽക്കുന്നത് ഇതാണ് ഇവിടെ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടക്കുന്നുണ്ട്, സത്യമാണ്. ഈ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലൊക്കെ ഇടപെടുള്ളൂ. ഇപ്പം ഒരു ഡയറക്ടർ വന്നിട്ട് ഇന്ന ആർട്ടിസ്റ്റിനാണ് വെക്കുന്നത്, എനിക്കിതാണ് കംഫർട്ട് എന്ന് പറയുമ്പോൾ വേണിച്ചേട്ടന് അത് പറ്റാത്ത ആർട്ടിസ്റ്റുകളെ മാറ്റേണ്ട നിലയിലേക്ക് പോകാറുണ്ടോ? ഞാൻ ഇപ്പം ഈ ചാവേറിലൊന്നും അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിനുള്ള ചില സിനിമകളിലൊക്കെ 1-2 ആർട്ടിസ്റ്റുകളെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു വേണ്ട. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാൻ പൈസ മുടക്കണ ഇതിൽ ഒരാളെ വേണോ വേണ്ടെന്ന് എനിക്ക് തീരുമാനിക്കല്ല. ഞാൻ പറയണം മെയിൻ ആർട്ടിസ്റ്റുകളല്ല. മെയിൻ ആർട്ടിസ്റ്റ് നമ്മൾ ഓൾറെഡി ബിസിനസിന്റെ പറഞ്ഞ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ആണല്ലോ. ഇന്ന ആള് വേണമെന്നൊന്നും അങ്ങനത്തെ ഇതൊന്നും ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ ക്യാരക്ടറിനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ അവൈലബിൾ ആണ് ഇവിടെ. അത് ചിലപ്പോൾ പുതുമുഖങ്ങളാണെങ്കിലും ആ സിനിമക്ക് യാതൊരു ദോഷമില്ല, നമുക്കറിയാം. കഥ കേൾക്കുമ്പോൾ നമുക്കത് അറിയാലോ, ഇന്ന ആള് വേണം എന്നാണ് നമുക്കറിയാലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് ഇഷ്ടമില്ലാത്ത പല ആൾക്കാരെയും ഞാനായിട്ട് ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല, അല്ലെങ്കിൽ ഞാനായിട്ട് എനിക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും പല കാരണം കൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാറുണ്ട്, അവർ പറ്റില്ല. ഇനി അവർ വേണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നോക്കുമെന്ന് പറയാനും എനിക്ക് യാതൊരു മടിയില്ല. പറയും, ക്ലിയർ ആയിട്ട് പറയും. നമ്മളെന്തിനാണ് എനിക്ക് XYZ എന്ന് പറഞ്ഞ ആൾ എനിക്ക് ഇഷ്ടമല്ല, പല കാരണം കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്തിനാണ് അയാളെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ സഹിക്കണം എന്തിനാ? അല്ലെങ്കിൽ തന്നെ അയാളുടെ സ്വഭാവം മോശമാണ്, അല്ലെങ്കിൽ അയാൾ മറിച്ചാണ്, പല ക്യാരക്ടറുണ്ട്. അങ്ങനെയുള്ള എന്തിനാണ് നമ്മൾ സഹിക്കുന്നത്? നാളെ അൾട്ടിമേറ്റ് എന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊഡ്യൂസറിന്റെ ഇതിലാണല്ലോ. തീർച്ചയായിട്ടും അവൻ കാരണം അവിടെ ഒരു കേസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കണില്ല, വേറെ പ്രശ്നങ്ങൾ എന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കല്ലേ ഇത് ചെയ്യണം. അപ്പൊ നമ്മളെന്തിനാണ് നോക്കണത്? അപ്പൊ അറിയപ്പെടുന്ന ആൾക്കാരെ നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ പറഞ്ഞ ഒരു മനുഷ്യനും എന്റെ സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ല, ഇനിയോട്ട് ഉണ്ടാവുകയില്ല. ഞാനും ഉദ്ദേശിക്കുന്നത് മേടിച്ചോണ്ട് പോകുന്ന റൂട്ടൊക്കെ ഒന്നതിനായിട്ട് എനിക്ക് തോന്നുന്നു. റൂട്ടൊന്നാണ്, പക്ഷെ നമ്മൾ ആരെയും പറയേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞാൻ XYZ എന്ന് പറഞ്ഞത്. റൂട്ടൊക്കെ കറക്റ്റാണ്, റൂട്ടിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷെ അതൊക്കെ നല്ല തീരുമാനമാണ്. ഒരു പ്രൊഡ്യൂസർ തൻ്റെ അടുത്തോടി, അതാണല്ലോ എപ്പോഴും ഈ പ്രൊഡ്യൂസർമാർ ഈ ഇടയ്ക്ക് വിഷയങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ പറയുന്നത്, പ്രൊഡ്യൂസർ തീരുമാനിക്കണം ആരെന്റെ സിനിമ. പിന്നീട് വന്ന് കറഞ്ഞിട്ട് കാര്യമുണ്ടോ? പരാതിയായിട്ട് വന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ പരാതിപ്പെട്ട് എന്ത് കാര്യം? അപ്പോഴും ആളുകൾ പറഞ്ഞു ആ പ്രൊഡ്യൂസറിന് വേണ്ടിയിട്ടില്ല വന്ന്, പ്രൊഡ്യൂസർ പൈസ കൊടുത്തിട്ടില്ല അഭിനയിക്കണം, കൃത്യമല്ലേ? പിന്നെ ഇരുന്ന് അയ്യോ എന്ന് പറഞ്ഞ് ചങ്കത്തടിച്ച് ഒരു കാര്യമില്ല. ഇത് ഞാൻ നേരത്തെ